ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വാവുബലിക്കും പിതൃതർപ്പണത്തിനും ഒരുങ്ങി ആറാട്ടുപുഴ മന്ദാരക്കടവ്. 30 മുക്കോടി ദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിൽ 40 വർഷമായി തുടർന്നു പോരുന്ന കർക്കിടക വാവുബലിക്കും പിതൃതർപ്പണത്തിനും കനത്ത സുരക്ഷാ ക്രമീകരണത്തോടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇവിടെ 30 മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവ് എല്ലാ വർഷത്തെയും പോലെ ആറാട്ടുപുഴ ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കൊല്ലവും കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും അതിവിപുലമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇവിടെ റോഡിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് 3-4 കൊല്ലങ്ങളിൽ ഇതേപോലെ തന്നെ നമ്മൾ ഈ റോട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ പൂർത്തിയായി വരുന്നു. കളക്ടർക്കും നമ്മൾ ഇതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പോലീസിനും ഫയർഫോഴ്സിനും എല്ലാവർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന ആൾക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഡ്രസ്സ് സൂക്ഷിക്കാനും ഡ്രസ്സ് മാറാനും അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇവർക്ക് ലഘുഭക്ഷണമുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നാളെ കാലത്ത് മുതൽ ഇതിൻ്റെ ചടങ്ങുകൾ തുടങ്ങും. നാളെ കാലത്ത് ഗണപതി ഹോമം, അത് കഴിഞ്ഞാൽ രാമായണ പാരായണം, വൈകുന്നേരം ഇവിടെ A+ കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ ആദരിക്കുന്നുണ്ട് അവരെ. അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണി തൊട്ട് ഇവിടെ ബലിതർപ്പണം തുടങ്ങും. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ ബലിതർപ്പണം. കാലത്ത് ഒരു 10 മണി വരെയാണ് ബലിതർപ്പണം ഉണ്ടാവുക. സമത്വ പിതൃക്കൾക്കും ബലികർമ്മങ്ങളിലൂടെ മോക്ഷപ്രാപ്തി കൈവരുന്നു എന്നും പിതൃതർപ്പണം എന്ന സത്ക്രിയാകർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ആയുരാരോഗ്യ സൗഖ്യവും പുണ്യവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. 40 വർഷക്കാലത്തോളമായി ശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവുബലിയും ശിവരാത്രിക്ക് ബലിതർപ്പണവും ഇവിടെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ദൈനംദിന ദിവസങ്ങളിൽ ബലിതർപ്പണം 6 മണി മുതൽ 8 മണി വരെ ബലിതർപ്പണം ഇവിടെ ദിവസേന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സാധന സാമഗ്രികളും ഇവിടെ കടവിൽ തന്നെ കിട്ടുന്നതാണ്. ഇത്തവണ കാലാവസ്ഥ മോശമായതിനാൽ ബണ്ട് റോട്ടിൽ കയറ്റിയാണ് ബലിതർപ്പണം നടക്കുക. ക്ഷേത്ര ന്യൂസ്, തൃശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.